നമ്മൾ ഈ മയിൽപ്പീലിയോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ഇലയൊക്കെ പുസ്തകത്തിന്റെ ഇടയിൽ വെക്കും. എന്തുകൊണ്ടാണ്? ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളത് മറച്ചു നോക്കുമ്പോൾ അതൊരു നല്ല ഓർമ്മയായിട്ട് അപ്പോഴും അവിടെ ഉണ്ടാവും. എൻ്റെ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മെയ്യഴകൻ. താങ്ക്സ് ടു ദ എൻറ്റയർ ക്രൂ ഈ ഒരു സിനിമ അങ്ങനെ ഓഫർ ചെയ്തതിന്. കാരണം നല്ലൊരു ഫീൽ ഗുഡിന്റെ പീക്ക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തൊരു മൂവി തന്നെയായിരുന്നു. ഇതിൽ ആരുടെ പെർഫോമൻസ് ആണ് അടിപൊളിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകളില്ല. കാരണം അരവിന്ദ് സ്വാമിയുടെ ആണോ അല്ലെങ്കിൽ കാർത്തിയുടെ ആണോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ആ ഒരു സിനിമയുടെ ഒഴുക്കിനനുസരിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഒരു പോയം എഴുതുന്ന പോലെയായിരുന്നു സിനിമയിൽ ഓരോ സീൻ ബൈ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അരുൺമൊഴി എന്ന് പറയുന്ന അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറും മെയ്യഴകൻ എന്ന് പറയുന്ന കാർത്തിയുടെ ക്യാരക്ടറും അവര് ഒരു സിറ്റുവേഷനിൽ കണ്ടുമുട്ടുമ്പോൾ പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. ആൻഡ് എന്തായിരുന്നു ആ സംഭവം എന്നുള്ളത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇതൊരു തിയേറ്ററും വാച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അത് ഞാൻ മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതിന്റെ മറ്റൊരു ഹീറോ ആണ് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്. അതായത് ഓരോ സീൻ ബൈ സീനിൽ അവർക്ക് കിട്ടേണ്ട ഒരു ഫീല് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗോവിന്ദ് വസന്തയുടെ ആ ഒരു മ്യൂസിക്കിന് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലൊരു നാദസ്വരത്തിന്റെ ചില ബീറ്റ് ഇട്ടിട്ടുള്ള ഭാഗങ്ങളുണ്ട്. നമ്മൾ തഞ്ചാവൂർ പോയി ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ആ മൊത്തത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ബ്ലെൻഡ് ആയ പോലുള്ളൊരു ഫീൽ ആയിരുന്നു ചില സീനുകളിലൊക്കെ. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ എന്നൊക്കെ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് രാജ്കിരന്റെ ആ ഒരു അമ്മാവൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. നൈസായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള ഒരുപാട് സീനുകളുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ശരിക്കും എന്താ പറയാ, അറിയാണ്ട് തന്നെ കരഞ്ഞു പോയ ഒരുപാട് മൊമെന്റ്സ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ആൻഡ് അത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ അരുൺ സ്വാമിയുടെ ഒരു ക്യാരക്ടറിലെ എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്ക് നമ്മൾ ഓരോരോ ആൾക്കാർ ഒരു ഇമോഷൻസിലൂടെ കടന്നു പോകും. സന്തോഷം, സങ്കടം, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അങ്ങനെയുള്ള ഓരോ ഫീലിനെയും നല്ല രീതിയിൽ അദ്ദേഹത്തിന് കൺവേ ചെയ്യാനായിട്ട് ഇതിലത്തെ ക്യാരക്ടറിലൂടെ പറ്റിയിട്ടുണ്ട്. ആൻഡ് കാർത്തിയുടെ ക്യാരക്ടർ ആണെങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെ അത്രയും ഒരു എനർജറ്റിക് ആയിട്ട് നിന്നിട്ട് ഒരു ഓറ അദ്ദേഹത്തിന് ചുറ്റും ഉള്ള പോലെ തോന്നി പല സീനുകളിലും. എവിടെ പോലും ബോറടിപ്പിക്കാതെ ആ ക്യാരക്ടറിനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോർട്രേ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 96 എന്നുള്ള മൂവി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവമാണ്. അവർ റീയൂണിയന് ശേഷം അവർ റാമും ജാനും ഇങ്ങനെ കൂടി അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അവരുടെ ഇടയിലുള്ള നല്ല നല്ല മൊമെന്റ്സിനെ ക്യാപ്ചർ ചെയ്ത് നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചതായിരുന്നു. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ അത് ഒരു നൈറ്റ് നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതെന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊരു തിയേറ്റർ വാച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നതിൽ പലതും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മുഖത്തൊരു ചിരി ഓഫർ ചെയ്യാനായിട്ട് മെയ്യഴകൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനും ഈ ഒരു മൂവിക്കും എന്തായാലും പറ്റിയിരിക്കും. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കണ്ടുനോക്കുക. ആൻഡ് അതിനു മുന്നായിട്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നിയിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള ചില നല്ല മൊമെന്റ്സ് അല്ലെങ്കിൽ നല്ല ഒരു ക്യാരക്ടറൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മൊമെന്റ്സിനെയും അല്ലെങ്കിൽ നല്ല നല്ല ഓർമ്മകളെയും തിരികെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ പടം ഓഫർ ചെയ്യുക. തീർച്ചയായിട്ടും കണ്ടുനോക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണാം. ഇറ്റ് ഇസ് എ ഫീൽ ഗുഡ് പീക്ക് എക്സ്പീരിയൻസ്.